ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഒരു ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ പോവുകയാണ്. ശരി, ഇതെടുക്കാം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു കിടിലം വീടിൻ്റെ താക്കോലെടുത്താ വീടിൻ്റെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കിടിലം വ്ളോഗ് എടുക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുത്ത് അപ്പൊ മുത്തിന്റെ ഇവിടെ ഇന്നെന്താ പരിപാടി? ഇന്ന് മുത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ മുത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ നമ്മളിന്ന് വണ്ടി ഡ്രൈവിംഗ് ഇത് ചെയ്യാൻ പോവാണ്. ഇത് വെക്കട്ടെ, ഇതൊന്ന് വെച്ച് ഇത് ബാക്കിലേക്ക് വെച്ച്. അപ്പൊ നമ്മള് മുത്ത് വണ്ടി കയറുന്നു. നമ്മുടെ ഓൾറെഡി ഒരാൾ വണ്ടി കയറി ഓൾറെഡി ഇരിക്കുന്നു. കൂപ്പർ മുത്താണ് ഗൈസ് വണ്ടി ഓടിക്കണേ. അപ്പോൾ നമ്മളിന്ന് വണ്ടി ഇച്ചിരി നീറ്റ് ആൻഡ് ടൈഡി ആവണം. അറിഞ്ഞു സീനിലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്നാ ട്രീറ്റ്സ് അയ്യോ ഇവിടെയൊക്കെ എന്തോലേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി കയറി ഗൈസ്. ഇതേ എവിടെ വെച്ചട്ടെ? അപ്പോൾ നമ്മൾ വണ്ടി കയറി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ടെസ്റ്റ് സെൻറ്ററിലേക്ക് പോവാണ്. മുത്താണെന്ന് വണ്ടി ഓടിക്കണേ. അപ്പോൾ മുത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ടെസ്റ്റിനെ പറ്റി? Are you tense? Are you alright? അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം സെറ്റ്. ഓക്കെ, എല്ലാം പഠിപ്പിച്ചൊന്നും മറക്കരുത്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. കൂപ്പർ, you want to say something? 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 കൂപ്പർ തന്നെ എക്സൈറ്റഡ് ആണ്. ഇന്ന് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കൂപ്പറും എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. മുത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പോകണം. അത് വണ്ടി കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ടെസ്റ്റ് സെൻറ്ററിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിലെത്തി ഗൈസ്. വണ്ടി അവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. മുത്ത് അതിൻ്റെ അകത്തേക്ക് കയറി പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മുത്തിൻ്റെ അത് വിളിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാണ് ടെസ്റ്റ് സെൻറ്റർ ഗൈസ്. മുത്തിൻ്റെ അകത്തേക്ക് വേണ്ട ഐ ഡോണ്ട് നോ. സോ ലെറ്റ്സ് സീ. അപ്പം മുത്ത് കിട്ടുന്നതായിരിക്കുന്നു. I don't know guys. I don't know. Right. അപ്പോൾ കൂപ്പർ something? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിലാണ് ഗൈസ്. അപ്പോൾ മുത്ത് ടെസ്റ്റിന് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച്. അപ്പോൾ നമ്മൾ തിരിച്ച് ടെസ്റ്റ് സെൻറ്ററിലേക്ക് പോവാണ് ഗൈസ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും കൂപ്പറുണ്ട്. കൂപ്പർ ലെറ്റ്സ് ഗോ. അപ്പോൾ മുത്തിന് കിട്ടിയോ കിട്ടിയില്ല എന്നറിയാം. മുത്ത് എന്തേ കിട്ടിയോ ഇല്ല? ആനാ പറ. കിട്ടിയില്ല കൂപ്പർ. ഷീസ് നോ ഗുഡ്, ഷീസ് നോട്ടി. സീരിയസ് ആയിട്ട് കിട്ടിയില്ല? പോടാ. പിന്നെ കാര്യം പറ. മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് പഠിക്കാൻ. ഇജ് പഠിക്കോ? വണ്ടി ഓടിക്കോ? ഞാൻ ഓടിച്ചോളാം. കൂപ്പർ കയറി. കൂപ്പർ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാ. നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. നിന്നെ കൊണ്ട് ഇതിനോട് സാധിക്കില്ല. ഓ എൻ്റെ അബു എന്തി നിന്നെ കൊണ്ട് സാധിക്കില്ല. സീരിയസ്ലി നീ എന്താ പൈസ കൊടുത്താ? എന്ത് ഇത്? അപ്പൊ കിട്ടില്ലാന്ന് പറഞ്ഞാ ഞാൻ മോനെ അഞ്ചിതയുടെ അപ്പടെ ഇല്ല. എല്ലാ വഴിയും മൊത്തം എനിക്ക് കൊണ്ടാൻ പറ്റുമോ? വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ?
നേരെ എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് ബോട്ട് പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതായത് ഹെസിറ്റേഷൻ ഉണ്ട് വണ്ടി എടുക്കാൻ. അതായത് ഇപ്പൊ അവിടുന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ നമുക്ക് സമയം എടുത്തോ, ആ വണ്ടി പോകാൻ വരെ വെയിറ്റ് ചെയ്യണ്ട, അത് പറഞ്ഞു. അത് കുഴപ്പമില്ല, അല്ലാണ്ട് പ്രശ്നമില്ല. ഒരു വലിയ റൗണ്ട് ബോട്ടൊക്കെയാണ് കൊണ്ടുപോയി. ഏതോ ഒരു റൗണ്ട് ബോട്ട് ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പുള്ളിനോട് യു പാസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് പുള്ളി പറഞ്ഞു തന്നേക്കെ. പുള്ളി ആ പേപ്പർ എടുത്ത് ചെയ്തപ്പോ ഞാൻ പാസ്സായ അതല്ലേ ആദ്യം പറഞ്ഞേ. ഓ ഞാൻ കേട്ടില്ലായിരുന്നു, സോറി ട്ടോ. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ മുത്ത് ടെസ്റ്റ് പാസ്സായിക്കോട്ടെ ഗൈസ്. നമ്മള് ആരൊക്കെ ഉള്ളടുത്ത് കുടിച്ചോ, ബാഗ് കുടിച്ചോ? അതിലൊരു പുള്ളി പാസ്സായില്ല. ഇവിടെ നമ്മുടെ ഇവിടെ പോയില്ലേ, ഏതുള്ളിയാ? ഇവിടെ ഒരു പുള്ളി പുറകില് ഇവിടെ വേപ്പ് വലിക്കണ്ടില്ലായിരുന്നോ? ആ പുള്ളി വേപ്പ് വലിക്കാണ്ടിരുന്ന ചിലപ്പോ പാസ്സായനെ അല്ലേ? ഞാൻ റൗണ്ട് ബോട്ടം കറങ്ങിയപ്പോ ഞാൻ ഈ ലൈനിലായിരുന്നു, റൈറ്റ് ലൈനില്. ഞാൻ ശരിക്കും മാറാൻ മറന്നായിരുന്നു. അപ്പൊ എന്റെ ഈ പുള്ളിയുടെ കണ്ണാടിയൊക്കെ എനിക്ക് അതിൽ മാറാൻ വേണ്ടിട്ടാ. അപ്പൊ ഞാൻ സിഗ്നൽ ഞാൻ മാറി. അപ്പൊ മുത്തിന്റെ ഡ്രൈവിംഗ് ഫുൾ ടൈം കണ്ണാടിയിലായിരുന്നു. ഇങ്ങനെ 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 പിന്നെ ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാല് ഇതാ പറഞ്ഞ ഹെസിറ്റേഷൻ ഉണ്ട്. അതായത് വണ്ടി പാറി പോയി. ഇപ്പൊ റൗണ്ട് ബോട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൊക്കോ, അതിങ്ങനെ കറങ്ങി വന്നൊരു വെയിറ്റ് ആയിക്കാം. അതാ പുള്ളി. ഒരു പ്രശ്നം പറ്റും. ആ റൗണ്ട് വലിയ ആ പുള്ളി അയ്യോ ഇത് ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ റൗണ്ട് ബോട്ടത്തിൽ പോയി ഇതൊരു പോവാത്ത എന്റെ ഗണപതിനെ പറയണേക്ക് പോവാത്ത റൗണ്ട് ബോട്ടത്തിൽ പോയിന്ന്. ആ റൗണ്ട് ബോട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അത് നമ്മളാ പറഞ്ഞോ നീ എന്നെ കേക്ക് മഹിയത് ഞാൻ വച്ചതാ. ആ റൗണ്ട് ബോട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അതൊരു പച്ചയായിരുന്നു സിഗ്നല്. എത്താറായി ഞാനത് പാസ് ചെയ്യാറായപ്പോഴത്തേക്കും പെട്ടെന്ന് റെഡായി, യെല്ലോ ആയി. എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ റെഡോ റൗണ്ട് ബോട്ടല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് കിട്ടും. അപ്പൊ ഈശ്വര പോയി തോറ്റ്. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചത്, കാരണം അത് പെട്ടെന്ന് യെല്ലോ ആയേ. പോയി തോറ്റ്. നിർത്തണം. ഞാൻ തോറ്റ അതെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കത്. സാധാ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുന്ന ആള് വരുമ്പോ പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ ആള് ചത്തൂലേ. പോയി തോറ്റ്. അങ്ങനെ ബ്രേക്ക് പെട്ടെന്ന് പിടിച്ച് തോറ്റു പോകുന്നില്ല. ബ്രേക്ക് ഇതിനെ തന്നെ പിടിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ഞാൻ തോറ്റെന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് ഞാൻ പോയി. ആ റൗണ്ട് ഞാൻ എന്നെ കൊണ്ടുപോട്ടോ, റൗണ്ട് പോട്ടോ. എന്നെ റൗണ്ട് കൊണ്ടുപോകുന്നു. ഞാൻ ആവശ്യമുള്ള റൗണ്ട് ഡെയിലി ഞാൻ പോകും. നമ്പർ പറഞ്ഞു ഈ ലൈനിലാട്ട് പോകേണ്ട A58N A582N A582. അങ്ങനെയൊക്കെ പറയണേ. പുള്ളി പറഞ്ഞു തന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കി. റോഡിലെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പർ മാർക്കിങ്. നമ്പറൊക്കെ റോഡ് പഠിക്കണം. അതേതാ വഴിയെന്നറിയോ? നമ്മള് ലേലൻ റൂട്ട്. ആ റൗണ്ട് പോയിട്ട് കൊണ്ടോയോ? അവള് റൗണ്ട് റൂട്ട് തന്നെ കൊണ്ടുപോയും കൂടിയില്ല. ഇങ്ങോട്ട് പോയോ? എങ്ങടെ പോയത്? അതല്ലേ പറഞ്ഞേ, ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോയിട്ട് ഇതൊന്നും ഇത് കൊറേ ഇവിടുന്ന് പോയി. ഈ റൗണ്ട് പോട്ടത്തില്ലേ നമ്മുടെ ഇവിടത്തെ റൗണ്ട് പോട്ട് പറയില്ല. കൊണ്ടുപോയി ലെഫ്റ്റ് എടുപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ആ സിഗ്നലിന്റെ ഒന്ന് റൈറ്റ് എടുപ്പിച്ചു. റൈറ്റ് എടുത്തിട്ട് നമ്മുടെ വീണ്ടും അങ്ങടേക്ക് പോയി. നമ്മുടെ വീണ്ടും അങ്ങടേക്ക് പോയിട്ട് ആ സിഗ്നലില്ലേ നമ്മുടെ വീടിന്റെ തൊട്ടൊരു സിഗ്നൽ അവിടുന്ന് റൈറ്റ് എടുപ്പിച്ചു. പോയി. എന്നിട്ട് അവിടുന്ന് ആ റൗണ്ട് ബോട്ടത്തിൽ നിന്ന് ലെഫ്റ്റ് എടുപ്പിച്ചു. അല്ല, അതായത് അവിടെ ഒരു സിഗ്നൽ ഇല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ആ റൗണ്ട് ബോട്ടത്തിൽ നിന്ന് നേരെ പോയി പെൺവർത്താൻ പോയി. ലേലൻഡ് പോയിട്ട് പെൺവർത്താമിലേക്ക് പോയി. ഞാൻ അവിടെ റൈറ്റ് എടുത്ത് പെൺവർത്താൻ പോയി. അവിടെ നിന്ന് ഞാൻ പോയി ഒരു ലെഫ്റ്റ് എടുപ്പിച്ച് പിന്നെ എനിക്ക് ആ വഴി എനിക്കറിയില്ല. അങ്ങനെ പോയി ഏതോ ഒരു വലിയ റൗണ്ട് ബോട്ട്. ഞാൻ ചെന്നപ്പോ ഈശ്വര ഇത് ഏതാ വഴി. ഇല്ല, തിരിച്ചു എന്നിട്ട് പുള്ളി കൊണ്ടുവന്ന് ഏതോ ഒരു വഴി കൂടെ വന്നിട്ട് അല്ലടാ അൽദിയുടെ വഴിക്കെല്ലാം തിരിച്ചോന്നേ. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ മഗ്ഡിയുടെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഒരു വലിയ 14 റോഡ് പോകണല്ലേ നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അൽദിയുടെ അങ്ങോട്ട് പോയിട്ട് ഒരു 40 റോഡ് പോകണല്ലേ. ആ റോഡിന്റെ ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഇറക്കിയിട്ട് എന്നോട് പോന്നോളാം. ഏതാ വഴി എനിക്ക് നീ പോന്നില്ലേ? Oh, congratulations, Cooper. Do you want to say thank you? Mommy പാസ്സായി. പക്ഷെ മമ്മി ഉറക്കം ട്ടോ. ഇതൊന്നും എനിക്കൊന്നും അറിയടല്ല. അപ്പൊ കൂപ്പറിന് പുതിയൊരു ഡ്രൈവറെ കിട്ടി. പോയി ഓടിക്കരുത്. ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്ന്, അതായത് ഒന്നെങ്കിൽ ഏറ്റവും മോർണിംഗ് അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്ത ടൈമിൽ മാത്രം മോട്ടോർ ഓടിച്ച് പഠിച്ചിട്ട് മോട്ടോർ വണ്ടി എടുക്കാവുള്ളൂ എന്നാണ് തോന്നുന്നു. ഹസ്ബൻഡാണ് പഠിപ്പിച്ചെന്ന് ചോദിച്ചോ? അത് ഹസ്ബൻഡായിരുന്നു. അപ്പൊ അതെ പട്ടിയോടെ പോയി. അപ്പൊ ഞാൻ വിളിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, ഡോഗിനെ വോക്കിനുണ്ടേ കാണുന്നു നോക്കിയെന്നു. നല്ല പുള്ളിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് എന്റെ ഒരു ഇങ്ങനെ വണ്ടി കുടുകുടുന്നായി. സോറി, ഓക്കെ. അപ്പൊ നമ്മുടെ വ്ളോഗ് നിങ്ങളൊക്കെ അങ്ങനെയല്ല, അങ്ങനെ ഇന്ന പുള്ളിന്നൊന്നും ഇല്ല. ഞാൻ നോക്കിട്ട്
ഞാൻ ഓടിച്ചോണ്ട് കുറെ ആൾക്കാരുടെ ജീവനൊക്കെ ഉള്ള റൂട്ടിൽ അപ്പൊ മര്യാദക്ക് പാസ്സാവണ്ട് ചുമ്മാ തന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇവൻ മര്യാദ കുടിച്ചോണ്ടായിരിക്കൂലേ മര്യാദ കൊടുത്ത് ലൈസൻസ് കിട്ടും. അങ്ങനെയല്ല എല്ലാവരും കൊടുക്കണം. അല്ലാണ്ട് ഇവിടെ നീ കാശ് കൊടുത്തോ? ലൈസൻസ് പുള്ളി മേടിച്ചു. ആ പുള്ളി എന്നോട് എത്ര എന്നെ പുള്ളപ്പ് ചെയ്തേ പുള്ളോർ ചെയ്തേ അത് ജയിക്കും. ലെഫ്റ്റും റൈറ്റും ചെയ്യില്ലേ? ലെഫ്റ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. 4 തവണ ചോദിച്ചു അത് ജയിക്കില്ലോ. എല്ലാ തവണ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ്. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കണം. അപ്പൊ മുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തിയറി ടെസ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗും പക്ഷെ ഒരു വിത്ത് ഗിയർ ഉള്ള പുള്ളി ഓട്ടോമാറ്റിക്കിനും വേണമെന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ലൈസൻസ് എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറയണോ? ഓക്കെ എന്നാ ഗൈസ് അപ്പൊ നമ്മുടെ വ്ലോഗ് അവസാനിക്കണേ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ 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 കൂപ്പർ. പിന്നെ പിന്നെ വണ്ടി എടുക്കപ്പോ വീട്ടിൽ പോകും.